ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കുറച്ച് നാളുകളായി നമ്മൾ ഒരുമിച്ച് കണ്ടിട്ട് കുറച്ച് പേര് എന്നോട് ചോദിക്കുകയുണ്ടായി, ഇത് നീ ചാനലിൽ കുറച്ച് നാളായല്ലോ, യൂട്യൂബ് ചാനലിൽ ഇപ്പം വീഡിയോസ് ഒന്നും വരണില്ലല്ലോ. ഞാൻ പറഞ്ഞു, നമുക്കൊരു ആത്മീയത ഉണ്ടായാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ആത്മീയ ചാനലാണ്. മറ്റുള്ളവർ നമ്മൾ സ്വർഗത്തിലേക്ക് വിടുക എന്നൊരു ലക്ഷ്യമാണ്. പക്ഷെ നമുക്കൊരു ആത്മീയത ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ആത്മീയത മറ്റുള്ളവർക്ക് പകരാൻ പറ്റുള്ളൂ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം എനിക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള ഒരു ബിസിയായി. അത് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് കഴിഞ്ഞ ജനുവരിയിൽ പെരുന്നാൾക്ക് ഈ നാടകത്തിന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിക്കുകയുണ്ടായി. അപ്പൊ നമ്മളാണെങ്കിൽ ഒരു ABCD ഇല്ലാത്ത ആളാ. അതിനെ മുന്നത്തെ കൊല്ലം ഒരു ചെറിയൊരു സ്കിറ്റില് മണിപ്പൂർ സംഭവത്തിൽ ഒരു തോക്ക് പിടിക്കുന്ന രംഗം മാത്രമേ ജീവിതത്തിൽ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുള്ളൂ. സ്റ്റേജ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. ഓട്ടം, ചാട്ടം, ക്യാരം ബോർഡ്, ഷട്ടില് അങ്ങനെയുള്ള കളികളായിരുന്നു ചെറുപ്പത്തിലേ വന്നായിരുന്നു. ഇതുവരെ സ്റ്റേജ് ആയിട്ട് യാതൊരു ബന്ധമില്ല. ഞാനപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ കൈക്കാരനൊക്കെ ജസ്റ്റ് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവർ വിളിച്ചു, നാടകത്തിൽ അഭിനയിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നമുക്കിതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ല, എന്തായാലും ഞാൻ പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നാടകത്തിലേക്ക് പോകുണ്ടായി. അങ്ങനെയാണ് ആത്മീയതയ്ക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നത്. ഈ നാടകത്തിൽ അഭിനയിക്കുന്നതാണെങ്കിലോ എല്ലാവരും പുലികള്. സിനിമയിൽ അഭിനയിച്ചുള്ളവർ, സീരിയൽ അഭിനയിച്ചുള്ളവർ. പഴയൊരു ചൊല്ലുണ്ടല്ലോ, പൂച്ച വീഴുന്നത് 4 കാൽമയാണ്. ഈ നാടകത്തിൽ അഭിനയിക്കുന്ന എല്ലാവരും ഭയങ്കര കഴിവുള്ളവരാണ്. അപ്പൊ നമുക്ക് അവരുടെ അടുത്തൊന്ന് ചെറിയ റോളെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? നമ്മൾ നാടകം കണ്ടിട്ടുള്ള പരിചയമുള്ളോ? ഇതിന്റെ ബാക്ക് വശങ്ങൾ എങ്ങനെയാണ് ഈ നാടകം രൂപം നൽകണതും അതിന്റെ കലാസൃഷ്ടിയും എന്താ പറയാ, വേറൊരു അനുഭവമായിരുന്നു. ഞാൻ ഇവര് പറയുന്ന പോലെ ഇവര് പറയും, ഞാൻ ഡയലോഗ് അടിക്കും, നാടകത്തിൽ അഭിനയിക്കും. പിന്നീടാണ് മനസ്സിലാവണം ഇതിനെ പറ്റി പഠിക്കണം എന്നുള്ളത്. അങ്ങനെ പഠിച്ച് രാത്രിയൊക്കെ ഇരുന്ന് ചിലപ്പോ ഇത് പഠിക്കും. നമുക്കിത് മോശമാക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മളിരുന്ന് രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കും. ഒരാഴ്ചക്ക് ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ശരിക്കും പഠിച്ച്. അപ്പൊ എപ്പോഴും നമ്മൾ കോൺസെൻട്രേഷൻ മുഴുവൻ അതിലായിരുന്നു. 3 മണിക്ക് എനിട്ടുള്ള ഒരു പ്രയർ ഉണ്ടായിരുന്നു, പേഴ്സണൽ പ്രയർ. അതും നിന്നു. കുർബാനയ്ക്ക് എന്തായാലും പോവും, പക്ഷെ 3 മണിക്ക് എനിക്ക് ആ പ്രയർ നമുക്ക് നിൽക്കേണ്ട വന്നു. അങ്ങനെ ഒരു ആത്മീയത ഒരു വിട്ടുമാറിയ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകേണ്ട വന്നു. അങ്ങനെ നാടകത്തില് നമ്മള് പയറ്റി എന്തായാലും 2 ഡയലോഗ് ലാസ്റ്റ് അടിക്കാം. പക്ഷെ നാടകം പൊരിച്ചു. നാടകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. അപ്പൊ എന്നാലും നമ്മള് കട്ടയ്ക്ക് സപ്പോർട്ടിന് നിന്നു. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിലും നമ്മളെന്നാലും പരമാവധി ഒരു 90% നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് തോന്നുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു, നന്നായിട്ടുണ്ട്. ഒക്കെല്ലാം നമ്മുടെ കാര്യം അറിയുള്ളൂ. അങ്ങനെ നാടകം കഴിനോട് കൂടിയിട്ട് നമ്മളൊരു ഷോപ്പും കൂടിയും ഇടാൻ തീരുമാനിച്ചു ഇരിഞ്ഞാലക്കുടയിൽ. അങ്ങനെയാണ് നമ്മളൊരു ഒപ്റ്റിക്കൽ ഷോപ്പിൽ ഇപ്പൊ നിലവിൽ നിങ്ങൾ കാണുന്നത് ഇരിഞ്ഞാലക്കുട ചന്തകുന്നിലുള്ള ഒപ്റ്റിക്കൽ ഷോപ്പാണ്. പണ്ട് നമ്മൾ ചെയ്യാറുണ്ട് ആ ജാതിയുടെ തോട്ടത്തിലൊക്കെ ഇരുന്നുള്ള ചെയ്യാറ്. ഇപ്പൊ ചെയ്യുന്നത് നമ്മൾ ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ ഉള്ളിലാണ്. ദൈവത്തിന്റെ ഹിതം നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളോ വിചാരിക്കുന്ന പ്ലാൻ അല്ല ദൈവത്തിന്റെ പ്ലാൻ. അത് എനിക്ക് പണ്ടേ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഒരു പ്ലാൻ എടുത്തിട്ടുണ്ടോ ജീവിതത്തിൽ ഇത് നടന്നിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാൻ എടുത്തിട്ടുണ്ടോ അത് ജീവിതത്തിൽ നടന്നിട്ടില്ല. എന്നാൽ തമ്പുരാന്റെ പ്ലാനിനനുസരിച്ച് നമ്മൾ പോവുക, ഇത്രേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ പുറത്തേക്ക് പോകാനുള്ള ഒരു ചുറ്റുപാടൊക്കെ ആയിരുന്നു. കൈക്കാരനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി. പിന്നെ വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല. എന്തെങ്കിലും ആക്റ്റീവായിട്ട് നിൽക്കണം. അതിൻ്റെ ഇടയിലാണ് ഈ കട ആയത്. ഗൾഫിൽ പോകാനുള്ള എല്ലാം തയ്യാറെടുപ്പ് തന്നെ ആയിരുന്നു. ദൈവത്തിന്റെ കയ്യിലല്ലേ, നമ്മുടെ കയ്യിലല്ലല്ലോ ഒരു കാര്യം. ഇന്നത്തെ തലമുറയ്ക്ക് ഈ പറഞ്ഞ പോലെ സ്വർഗമൊക്കെ പറയുന്നതൊക്കെ ഒരു പുല്ലുവല്ല. അത്രേ ഉള്ളൂന്ന്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യബോധം മറന്നു നമ്മൾ. ഇന്നലെ ഒരു കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആള് ഞങ്ങളുടെ തൊട്ടടുത്ത ഇക്കട വാച്ച് കടയിലേക്കാണ് വന്നത്. അപ്പൊ വാച്ച് കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആളോട് സംസാരിച്ചപ്പോൾ ആള് ജസ്റ്റ് ഇവിടെ വന്നിരുന്നു. ആ കട ഓപ്പൺ ആവാൻ ഒരു 15 മിനിറ്റ് ആളുടെ കഥകളൊക്കെ പറഞ്ഞു. അപ്പൊ ആ കക്ഷി വന്നിട്ട് നമ്മുടെ
ഇരിഞ്ഞാലക്കുട ഏരിയയില് സ്ഥലം പറയുന്നില്ല, ഈ ഒരു 4-5 കിലോമീറ്ററിന് ചുറ്റളവില് ആളുടെ വീട്. ആളായിട്ട് ഒരുപാട് സ്ഥലങ്ങളായിട്ട് മേടിച്ചു, ഒരുപാട് പ്രോപ്പർട്ടിയും ഒരുപാട് ബിസിനസ്സും പല കാര്യങ്ങളുള്ള ആളാണ്. അപ്പൊ ആള് എന്നോട് പറയണ, ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിൽ സമാധാനം എന്നുള്ളൊരു സംഭവം കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുന്നത്. ആള് ഒരു എക്സാമ്പിൾ പറഞ്ഞ്, ആള് വല്ലപ്പോഴും ആള് റെസ്റ്റോറൻറ്റിൽ പോവുള്ള ഫാമിലി ആയിട്ട്. അപ്പൊ ഫാമിലി ആയിട്ട് ഇവര് പോകുമ്പോ, ഇവര് 2 മക്കളുണ്ട്. അപ്പൊ ഇവര് ഫാമിലി ആയിട്ട് പോകുമ്പോ ഇവര് മൊബൈലൊന്നും എടുക്കില്ല. അവർ അത്രയ്ക്ക് ആള് പറഞ്ഞ അത്രയ്ക്ക് കമ്പനിയാണ്. ഞാൻ മക്കളും ഭാര്യ എല്ലാവരും ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പൊ അവര് ഫാമിലി ആയിട്ട് പോകുമ്പോ അവര് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പരസ്പരം വർത്താനം പറയാ. അതുപോലെ റെസ്റ്റോറൻറ്റ് ആള് നിന്ന് ഓർഡർ കൊടുക്കണ്, ഇവര് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ വേറെ മൊബൈൽ കാര്യങ്ങളൊന്നും പിള്ളേരായാലും യൂസ് ചെയ്യുന്നില്ല. സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് തോണ്ടും, പിന്നെ അവിടെ വെക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കും, അങ്ങനെയാണല്ലോ. അവിടുത്തെ റെസ്റ്റോറൻറ്റ് സപ്ലൈ ചെയ്യണ കക്ഷി പറയണ്, ഞാൻ 2-3 പ്രാവശ്യമായി നിങ്ങളെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ മൊബൈലൊന്നുമില്ല, നിങ്ങൾ എപ്പോഴും വർത്താനം പറഞ്ഞ് ഒരു എൻജോയ് ചെയ്ത് ഒരു മൂഡിലാണ്, ഫാമിലി ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ വരുന്നവരൊക്കെ ജസ്റ്റ് വന്നു, ആ മെനു ഒന്ന് ഓർഡർ ചെയ്തു, പിന്നെ ഇത് കുത്തല പരിപാടി എന്ന് പറയുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഫുഡ് അടിക്കുക, പിന്നെയും കുത്തുക. ഒരു വർത്താനം എന്ന് പറഞ്ഞത് വളരെ ചുരുക്കമുള്ള ആൾക്കാർക്ക് മാത്രമുള്ളതാണ്. അപ്പൊ അയാൾക്കാണ് അതിശയായി റെസ്റ്റോറന്റ് ആൾക്ക്. അപ്പൊ ആള് പേഴ്സണലായിട്ട് ഈ കക്ഷിനെ വിളിച്ചു പറയേ, ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിങ്ങളെ കാണണം, എനിക്ക് വളരെ സന്തോഷമായി, പക്ഷെ ഇതുപോലത്തെ കുടുംബങ്ങള് ഇന്ന് ഇല്ലാണ്ടായി പോയിന്ന് ഈ കക്ഷി തന്നെ ഇന്നലെ കണ്ടപ്പോൾ വെളിപ്പെടുത്തിയത്. ഞാനപ്പോൾ ആളോട് പറഞ്ഞു, നിങ്ങള് കാശ് കണ്ടമാനാണെങ്കിൽ ഇത്തിരി പാവങ്ങൾക്കൊക്കെ കൊടുക്ക്. അപ്പൊ ആള് ചെറിയ രീതിയിലൊക്കെ പള്ളികളിൽ സഹായിക്കുന്ന ആളാണ്. ആള് കുറച്ച് ആൾക്കാർക്കൊക്കെ സഹായം ചെയ്തു. പക്ഷെ ആളുടെ മുന്നിൽ തന്നെ ഇവര് എന്താ പറയാ, ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാര് പിന്നീടാണ് മനസ്സിലാവണത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പൊ ആള് പറയും, ഞാൻ ഇത്ര ബുദ്ധിമുട്ടി വളർന്നു വന്നിട്ട്, ഞാൻ എത്ര കാശുകാരനായാലും ഞാൻ ചിലപ്പോൾ കൂറ ഡ്രസ് ഇട്ട് ഞാൻ ഈ വാടകയുടെ പണിക്കും മറ്റുള്ള കൃഷി കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങും. പക്ഷെ ഇന്നത്തെ ആൾക്കാർക്ക് പൈസ ചോദിക്കാൻ ഒരാൾക്കും മടിയില്ലാത്ത അവസ്ഥയാണ്. ആള് പറഞ്ഞത് വളരെ സത്യമാണ്. നമ്മൾ തോന്നിയ പോലെ പൈസ ഒരാളോട് ചോദിക്കുക. ചില ആൾക്കാരെ കണ്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വരുന്ന കണ്ടുണ്ട്, ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ വരും. പക്ഷെ ഈ കക്ഷി തന്നെ വേറെ സ്ഥലത്ത് പിരിക്കുന്നതും കാണാം. അപ്പൊ ആൾക്ക് ഇതന്നെ പരിപാടി, കാശ് പിരിക്കാൻ മാത്രമേ, അവനോൻ അധ്വാനിച്ച് സ്വന്തം വേർപ്പുകൊണ്ട് ജീവിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു. പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ, എല്ലാ ആൾക്കാരല്ല, രാഷ്ട്രീയത്തിലുള്ള കുറച്ച് ആൾക്കാരുകൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക, മറ്റുള്ളവരുടെ കാശ് വെറുതെ ഇങ്ങനെ കാശ് കടം മേടിക്കുക, പിന്നെ കൊടുക്കണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു 500 രൂപ ഒരാളുടെ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു മനസാക്ഷി കുത്താവും, നാളെ കാശ് കൊടുക്കണ്ട, അല്ലെങ്കിൽ ആളെ കാണുമ്പോ 2 ദിവസം കൂടി നീട്ടുക. അങ്ങനെ ഒരു സംഭവം ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാണ്ടായി പോയി. മെയിൻ കാര്യം ഇവർക്ക് വിശ്വാസം കുറഞ്ഞു, തമ്പുരാനിലുള്ള വിശ്വാസം കുറഞ്ഞു. ഞാൻ 2 ഹൈന്ദവ സഹോദരന്മാരെ ഈ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് പരിചയപ്പെട്ടിട്ടുണ്ടായി. അപ്പൊ ഒരാള് പറയുക, ഇന്നത്തെ തലമുറയ്ക്ക് വിശ്വാസമില്ല. എൻ്റെ മോനാണിത് ആ കാറിലിരിക്കുന്നത്, നേരം മൊബൈലിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാന്ന്. അപ്പൊ അവര് പറയുന്നു, ഞങ്ങൾക്കൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഒരു ഇത്, നമ്മളൊരു യൂട്യൂബ് ചെയ്യണമെന്ന് അങ്ങനെ എൻ്റെ ആത്മീയതയെ പറ്റിയൊന്നും പറയാൻ പോയില്ല. എന്നാലും ഞങ്ങൾ സംസാരിച്ചു, പണ്ടത്തെ കാരണന്മാര് എങ്ങനെയായിരുന്നു, അവര് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ജീവിതം, കൂട്ടുകുടുംബം. ഇതിപ്പോ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് വാങ്ങി ചെറിയ ഫാമിലിക്ക് വന്നു, അവര് ബിസിയായി, അങ്ങനെ ലൈഫിന്റെ സ്റ്റൈലൊക്കെ മാറി തുടങ്ങി. നാട്ടിലാണെങ്കിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്ന് യൂത്തും ഈ പറഞ്ഞ പോലെ ഇനി വരുന്ന ജനറേഷൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് തന്നെ നമ്മളെ ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ അവസ്ഥ നമുക്ക് തന്നെ അറിയാലോ. ഇവിടുന്ന് വലിച്ചു തന്നെ പരമാവധി എവിടുന്നൊക്കെ വലിച്ച് തിന്നാൻ പറ്റുമോ അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലുള്ളത്. വെറും 10% മാത്രമാണ് ഇത്തിരി നീതിയോടുകൂടി പെരുമാറുന്നത്. ഈ ഇവിടത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. തമ്പുരാൻ നമുക്ക് കുരിശെടുത്ത് കാണിച്ചു തന്നിട്ടുള്ള ആ വഴിയിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഒരാളെ പറ്റിച്ച്, ഒരാളെ എങ്ങനെയും ചൂഷണം ചെയ്ത് ഏത് കാര്യത്തിലായാലും നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അത് നേരെ ആവില്ല. ഇന്നലെ തന്നെ ഞാനിപ്പോ ഈ അടുത്തുള്ള അനുഭവങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കണുള്ളൂ.
ഒരുപാട് അനുഭവങ്ങൾ ആ പഴയ വീഡിയോ തൊട്ട് എനിക്ക് പറയാനുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഒന്ന് അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് നല്ല എന്നെ ഒരു സ്ത്രീയായിട്ട് സംസാരിക്കാൻ ഇട വന്നു. ആക്ച്വലി നമ്മൾ ഇങ്ങനെ പല ആൾക്കാരായിട്ട് ഇപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന നമ്മൾ ബിസിനസിന്റെ പരമായിട്ട് ഞങ്ങളുടെ ഷോപ്പിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയും, എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കാർഡ് കൊടുക്കും, ചിലവരൊക്കെ നമ്മൾ കാണും. അപ്പൊ ആ സ്ത്രീ ആക്ച്വലി മോള് നല്ല നിലയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മോളുള്ളൂ കേട്ടോ, കുഴപ്പമില്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കാര്യങ്ങളാണ് ഇങ്ങനെ മോള് ഇങ്ങനെ പഠിക്കണം. ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. അച്ഛന് നമ്മൾ ഇവിടെ ചുറ്റുപാടുള്ള ഒരാള് വിമർശിക്കല്ല. ഇത് ഞാൻ എന്താ പറയുന്നത്, അതിൽ നിന്ന് നീ നല്ലതുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, അത്രേ ഉള്ളൂ നമ്മൾ ഉദ്ദേശം. അപ്പൊ നമ്മൾ സംസാരിച്ചപ്പോ ആ ആള് ഞാൻ പറഞ്ഞു 26 വയസ്സെങ്കിലും പെൺകുട്ടീനൊക്കെ കെട്ടിക്കണം കേട്ടാ. ഒരു ചെറിയൊരു ഡയലോഗ് നമ്മളടിക്കാം, നമ്മൾ ചെയ്യാറുള്ളതല്ല. ഇങ്ങനെ ഒരു ഡയലോഗ് നമ്മൾ ഇടയ്ക്കിട്ടൊക്കെ ഇടയിലും തള്ളിവിടും. അത് പെൺകുട്ടികളാണ് തീരുമാനിക്കേണ്ടത്. അതിന് തന്നെ ഒരു സ്വന്തം കാലിൽ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈവേഴ്സ് ചെയ്യുന്ന എന്താ ഉറപ്പ്? ഇപ്പോഴേ ചേച്ചിയുടെ മനസ്സിൽ മനോഭാവം എങ്ങനെയാണ്? ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിയെ നമ്മൾ തന്നെ നാളെ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? ഈ സെക്കൻഡിന് ശേഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് വല്ല ഉറപ്പുണ്ടാ? ഒക്കെ തമ്പുരാന്റെ കയ്യിലാണ്. നമുക്ക് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് നമ്മൾ യേശുവിന്റെ അല്ലെങ്കിൽ കുരിശ് എടുത്ത് മാതാവ് കാണിച്ചിട്ടുള്ള വഴിയെ പോയാലേ പറ്റുള്ളൂ. ഇന്നത്തെ തലമുറ എന്നാ പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ അവര് അപ്പന്മാരോട് പറയുന്നത് എന്താ ഇപ്പൊ വരുമാനമായി തുടങ്ങി അവർക്ക്. അപ്പൊ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അമ്മ ഞാനൊരു കാര്യം, എൻ്റെ റൂമിൽ ഞാൻ താമസിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി വാടക തരാന്ന്, ഒരു പെയിൻ ഗസ്റ്റ് പോലെ താമസിക്കാന്നുള്ള രീതിയിലായി കാര്യങ്ങള്. എന്തിനാ ഈ വഴികൂടെ പോണ പാമ്പിനെ എടുത്ത് തലയിൽ ഇടണെന്നാണ് അവർ ചോദിക്കുന്നത്. ഏത് നമ്മൾ തന്നെ അത് വിശുദ്ധിയിൽ നമ്മുടെ പിള്ളേര് വളർത്തണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം ആദ്യം തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിപ്പോ താണശ്ശേരി ഇടവയിലെ PTA പ്രസിഡന്റ്. PTA എവിടെ നമ്മുടെ പള്ളിയിൽ പാരന്റ്സ് മീറ്റിങ്ങിലായാലും ഇവിടെ ഞാലക്കോട് രൂപതയില് അവിടെയും PTA പ്രസിഡന്റുമാരുടെ യോഗം ഉണ്ടായി. എന്താ പറയുന്നറിയോ? മയക്കുമരുന്നിന്റെ കേസ് മറ്റേത് മറിച്ച് എല്ലാം പറയുന്നത് ആരോട്? മാതാപിതാക്കന്മാരോട്. ഇത് കേൾക്കാൻ കുട്ടികൾ വേണ്ടേ? കുട്ടികളോടാണല്ലോ അത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി സഹനം പിടിച്ചിട്ടുള്ള കേസാണ് ഇത്. ഇത്തിരി മര്യാദയിലേക്കൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ വരുന്നത്. ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുടുംബമായി നമ്മളെ രീതിയിൽ പോകണം. കുറച്ച് കുറുമ്പുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്, അത് എനിക്കും ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കുറുമ്പുകൾ ആർക്കും ഉണ്ടാവും. പക്ഷെ ഒരു കുടുംബ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഒരു ആത്മീയതയിലേക്ക് നമ്മുടെ മക്കളെയും നമ്മളും പോവാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാനും വൈഫും തമ്മിൽ ചിലപ്പോ ഇടയ്ക്കിട്ടൊക്കെ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ കൂടുതൽ ഒരുമിപ്പിക്കുന്നത് തമ്പുരാന്റെ ഒരു സ്നേഹത്തെ പ്രതിയാണ്. ഞങ്ങൾ രണ്ടുപേർക്കും പേടിയുണ്ട്. ഏത് രണ്ടുപേരും അകന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലെ ആള് നമുക്ക് പണി തരും. അപ്പൊ നമ്മൾ തമ്പുരാന്റെ കൂടെ ഐക്യപ്പെട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കുടുംബ പ്രാർത്ഥന, 7 മണിക്ക് നമസ്കാരം, വിശുദ്ധ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോണെന്ന് നമ്മൾ പോണം. തമ്പുരാൻ നമുക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം മകനെ ഇങ്ങോട്ട് വിട്ടിട്ട് കുരിശിൽ കയറിയത്. നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. ഇത് വിശുദ്ധ കുർബാന നടക്കുന്നത് ബലിയാണ്. ഈ ബലിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തീഷ്ണതയും അതിൻ്റെ ഒരു അനുഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാ. അത് നമ്മൾ ആ ഒരു ആത്മീയതയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചെറുതാവാൻ പഠിക്കണം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വിശപ്പ് അറിഞ്ഞാൽ മാത്രം നമുക്ക് ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ രുചി അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആത്മീയതയിൽ ഞാൻ കണ്ടേക്കണത്, എൻ്റെ പേഴ്സണൽ അനുഭവമായിട്ടാണ് ഞാൻ പറയുന്നത്. ആത്മീയയിൽ ഞാൻ കണ്ടേക്കണത് നമുക്ക് അത്രയ്ക്ക് ദൈവം സഹനം തരുമുണ്ടല്ലോ, അതുപോലെ ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ ഇല്ല. അപ്പൊ നമ്മൾ ആത്മീയയിലേക്ക് തന്നെത്താൻ എത്തും. ഒരാള് നമ്മളെ ഇല്ലെങ്കിലും നമുക്ക് തമ്പുരാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു ചങ്കുറുപ്പ് ഒന്നും വേണ്ട നമുക്ക്. അതുപോലെ ഒരുപാട് സാക്ഷ്യം എനിക്ക് പറയാനുണ്ട്. പക്ഷെ അത് പറയാനുള്ള സത്യം പറഞ്ഞ നേരം നമ്മൾ ഇല്ല. ഒന്നാമത് നിങ്ങൾക്ക് കേൾക്കാൻ നേരമില്ല. ഒന്നാമത് എല്ലാവരും പറയും മോനെ ഈ ചെറിയ ചെറിയ വീഡിയോ ചെയ്യാൻ. കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച കാര്യം ഞാൻ പറയാം. ഒരു സംഭവം ഞാൻ പറയാം. അതായത് ഇവിടെ വെള്ളിയാഴ്ചകളിൽ ഇവിടെ നമ്മുടെ ഇരിഞ്ഞാലക്കുട സ്പിരിച്വാലിറ്റി സെന്ററിൽ ചെറിയൊരു ആരാധനയും ഭജൻ പ്രഘോഷം ഉണ്ടാവാറുണ്ട്. അതിന് ഞാൻ പോവാറുണ്ട്. പരമാവധി ഇവിടെ ഉണ്ടെങ്കിൽ, ഷോപ്പിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോയിരിക്കും. പിന്നെ വേറെ വീട്ടിൽ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ എന്തെങ്കിലും പരിപാടിയാണ് ഞാൻ പോവില്ല. പത്തരയ്ക്ക് പല പല അച്ഛന്മാരെ വരുന്നത്. അപ്പോൾ പല രീതിയിലുള്ള നമുക്ക് അറിവുകൾ കിട്ടും. അതുപോലെ ആരാധന. ഇത് കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ചയുടെ കേസ് പറയുന്നത് അല്ല,
ഇറങ്ങിയ വശം എൻ്റെ അവിടെ ചെരുപ്പ് കാണാനില്ല. സാധാരണ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെരുപ്പൊക്കെ ഇട്ട് പോവാം. പിന്നെ നമ്മൾ അതും അങ്ങനെ ഇപ്പൊ ശീലം പഠിച്ചിട്ടില്ല. അപ്പൊ ഇതുവരെ ഇപ്പൊ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചെരുപ്പ് ഇടാണ്ട് അപ്പുറത്തേക്ക് പോയി, ആ സൈഡിലേക്ക് പോയി എൻ്റെ കാർ എടുത്തിട്ട് ഈ സൈഡിൽ കൂടെ ഈ ഫ്രണ്ട് സൈഡിലായിട്ട് അവിടെ ചെരുപ്പിൻ്റെ കടയുണ്ട്. അവിടെ നിന്ന് ചെരുപ്പ് മേടിച്ച് ഞാൻ ഇവിടേക്ക് വന്നു. ചെറിയൊരു വിഷമം ഉണ്ടാവില്ല ആർക്കായാലും, ഒരു ചെരുപ്പ് പോയതല്ല. വൈകിട്ട് ഒരു 4:30 വീട്ടിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഒന്ന് അവിടെ കയറി പോവാന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ വണ്ടി നിർത്തിയപ്പോ കയ്യിലാണെങ്കിൽ ഒരു കവറും ഇല്ല. ഇപ്പൊ ചെരുപ്പ് അവിടെ ഉണ്ടെങ്കിൽ എടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഇറങ്ങിയിട്ട് അവിടെ ഫ്രണ്ട് കൂടെ നടന്നു പോകുമ്പോ പിന്നെ ഒരു ചിന്ത എനിക്ക് വന്നു. ഓൺ സ്പോട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ ഒരു ചിന്ത വന്നു. ഒന്നാമത് കവറില്ല, പിന്നെ അവിടെ ചെരുപ്പുണ്ടെങ്കിൽ കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ കുറ്റവാളിയാവും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കക്കാൻ വന്നാന്ന് ആൾക്കാർ പറയും. അപ്പൊ ഞാൻ വിചാരിച്ചു നടന്നുകൊണ്ട് അപ്പുറത്ത് സിസ്റ്റേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സിനോടൊന്ന് പറഞ്ഞിട്ട് ചെരുപ്പുണ്ടോ എന്ന് നോക്കാം, ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സിനോട് ഒന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ ഒരു ആള്, അതാണ്ട് ഇങ്ങനെ പോണ പോലെ ഇങ്ങനെയാണ് കറക്റ്റായി ഈ കക്ഷി എൻ്റെ അടുത്ത് മുന്നിൽ വന്ന് ആൾ ചെരുപ്പ് എടുക്കണം. ആളെ ചെരുപ്പ് എടുത്ത് ഞാൻ ഇട്ടായിരുന്ന ചെരുപ്പാണ് ആള് അവിടെ ഇട്ടു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എൻ്റെ ചെരുപ്പാണ്, ഞാനൊരു ചെരുപ്പ് ഇപ്പം എന്നെ മേടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു സംഭവം തെറ്റുപറ്റിപ്പോയി. വീട്ടിലെത്തിയപ്പോഴാണ് ആളുടെ ഭാര്യ പറഞ്ഞത് ചെരുപ്പ് മാറിയിട്ടുണ്ട്, ഇത്തിരി പ്രായമുള്ള ആളാണ്. അങ്ങനെയാണ് ആൾ ഈ സമയത്ത് വന്നിട്ട് ചെരുപ്പ് ഇട്ട് മാറിയിട്ടിട്ട് ആള് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോയി. വേറെ വർത്താനൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആളുണ്ടായിരുന്നു, ഞാനുണ്ട്, വേറൊരു ചേച്ചി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കണേന് കുഴപ്പമില്ല, ഓൾറെഡി 3 പേരുണ്ട് അവിടെ. ഞാൻ ആലോചിക്കുക തമ്പുരാൻ്റെ ഒരു കാൽക്കുലേഷൻ. നമ്മൾ കറക്റ്റ് ടൈമിന് ആളെത്തലും ഞാനെത്തലും ഒരേ ടൈമിങ്. അപ്പൊ തമ്പുരാന്റെ ചില നമ്മൾ കണക്കൂട്ടലുണ്ടല്ലോ, നമുക്ക് ചിന്തിക്കുന്ന അപ്പുറത്താണ്. ഒരു മാറ്റമില്ല കേട്ടോ. അത് സമയത്തിനോ കാലത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചില സമയത്ത് ചിന്തിക്കും, എൻ്റെ തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ പേരും എൻ്റെ പേരും ഒരുപോലെ. സാധാരണ ആൾക്കാർക്കൊക്കെ ചോദിക്കുമ്പോൾ ചെറിയ തമാശ തോന്നും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം തമ്പുരാൻ നമ്മൾ അത്രയ്ക്ക് കെയർ ചെയ്യേണ്ടത്, അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ചങ്ക്. ഞാൻ പറഞ്ഞ ചങ്ക് പറിച്ചു തരുന്ന രീതിയിലാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ചില പോയിന്റുകൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. തലേലുണ്ടല്ലോ ശരിക്കും അങ്ങോട്ട് എന്താ പറയാ, ഇപ്പൊ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഒരു ഇതേ വന്നു തുടങ്ങി. നമ്മള് ആത്മീയമായിട്ട് വരുമ്പോ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ജനനതീര് ഇപ്പൊ ഞങ്ങളുടെ കസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് താനശ്ശേരി, അതുപോലെ വൈഫിന്റെ അമ്മയുടെ വേറെ ഗ്രൂപ്പ്. അപ്പൊ അവർ രണ്ടുപേരും ഒരു ദിവസത്തിന് അവര് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഇപ്പൊ നമ്മുടെ ഉണ്ടല്ലോ എല്ലാരെങ്കിലും ഒരു ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യും. അപ്പൊ ഞാൻ ആലോചിക്കുക തമ്പുരാന്റെ ഓരോ കരുക്കളുണ്ടല്ലോ, അത് കാലത്തിനും സമയത്തിനും ഒന്നിനൊരു എന്താ പറയാ, അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ അറിയാത്തൊരു പെണ്ണ് വൈഫ് ഹൗസ് കൊടുക്കൂല, എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് ഓരോന്നിനും ഓരോ കറക്റ്റ് പോയിന്റ് തമ്പുരാന്റെ ഒരു തമ്പുരാനെ നമ്മൾ അനുഭവിച്ചവർക്ക് ഇത് അറിയുള്ളൂ കേട്ടാ. ഇതിപ്പോ ഞാനിത് നിങ്ങളോട് പറയുന്നത് തമ്പുരാന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പൊ എന്നോട് ചില ആൾക്കാർ ചോദിക്കണ്ടാ സാധനം കഴിക്കാൻ നാണ അവരുടെ ക്രിസ്ത്യാനിയായിട്ട് കിടന്ന് നടക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലവർ പറഞ്ഞിട്ടുണ്ടാ എന്തുറ്റടാ ഇതൊക്കെ കഴിച്ചൂടെ, നാളെ മണ്ണിലേക്ക് പോകണ്ടല്ലേ, ക്രിസ്ത്യാനികളുടെ പേരുകളെ എന്നോട് ചോദിച്ചു. അപ്പൊ നമ്മളിത് കഴിക്കാത്ത ആളാ. ശരിക്കും പറഞ്ഞ അധികം ആൾക്കാർക്ക് അറിയില്ല നമ്മളിത്തിരി ഡീസൻ്റ് ആയിട്ടാണ് അവിടെ നമ്മുടെ നാട്ടില്. എന്തായാലും പറയാ നിങ്ങളോട്, ഞാൻ ഈ ബീറൊക്കെ കിങ്ഫിഷർ ബീറൊക്കെ ഞാൻ വല്ലപ്പോഴും കഴിക്കാറുണ്ട്. നമ്മള് പണ്ടേ ഒരു IT കഴിഞ്ഞൊക്കെ പോകുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കൽ തുടങ്ങിയിട്ടുള്ളൂ. അന്നൊന്നുമില്ല, പിന്നെ കുറച്ചും കൂടി ജോലിയൊക്കെ ആയ ശേഷമാണ് വല്ലപ്പോഴും ബീറൊക്കെ കഴിക്കും. ചില കിങ്ഫിഷ് ബീറാണ് കഴിക്കാൻ ചിലപ്പോൾ 2-3 മാസം കൂടുമ്പോൾ എന്തെങ്കിലും സെലിബ്രേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ബാച്ചലർ ലൈഫാണല്ലോ, ഒരു രസം കേട്ടോ സംഭവം, ഇല്ലാന്ന് ഞാൻ പറയില്ല. ഒന്ന് ബീർ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു സുഖമുണ്ട്. ഒരു ആത്മീയ ചാനൽ പറയുന്നത് വ്യത്യാസം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത് ഒരു ആത്മീയ ചാനൽ ഇതിനെ പറയാൻ പറ്റില്ല. ആത്മീയ ചാനലിൽ ആവണമെന്നുണ്ടെങ്കിൽ ഒരു വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, അതിൻ്റെ രീതിയിൽ പോകണം. ഞാനിത് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണമാവാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് എന്നെ പത്തിരി പൊന്തിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. അപ്പൊ ഈ ബീറ് കഴിക്കുമ്പോൾ ഇത്തിരി നേരത്തേക്ക് ഒരു സുഖം കിട്ടും. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഒരു ജോലി തലയ്ക്ക് എന്താ പറയുക ഒരു ഭാരക്കുറവ്, ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിരിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ എനിക്ക് സാധാരണ തണുപ്പില്ലാതെ ബീറ് കഴിക്കില്ല.
എന്നുവെച്ചാൽ ഒരു കുത്തും നിങ്ങൾക്ക് അറിയാലോ കാര്യം, കഴിച്ചവർക്ക് എല്ലാവർക്കും അറിയാം കേസ്. അപ്പൊ ഈ സംഭവം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ വ്യക്തിപര എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു സുഖമുണ്ട്, നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന നേരത്തെ സുഖം പോലെ തന്നെ ഒരു സുഖമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു കിക്കൊക്കെ ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ. എന്നാൽ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു സുഖമില്ല കിടന്ന് ഉറങ്ങാൻ നേരത്ത്. അതെനിക്ക് അനുഭവപ്പെട്ടുള്ളൂ. അത് എല്ലാവർക്കും ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്താ പറയുക ഒരു നമ്മുടെ ഒരു ഉറക്കത്തിനൊരു എന്താ പറയുക ഒരു എന്തൊരു കുറ്റബോധ എന്തോ ഒരു സംഭവങ്ങൾ. അത് നിങ്ങൾക്ക് ഇതിനെ പറ്റി നിങ്ങൾക്ക് അറിയാം, ഓരോരുത്തർക്കും ഓരോ അനുഭവമാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കുർബാനയ്ക്ക് മുമ്പ് 10 ബീർ കഴിച്ച പോലെയാണ് എനിക്ക്. അത്രയ്ക്ക് പവറാണ് കുർബാനയ്ക്ക്. ഇപ്പം ഇത്തിരി കുറഞ്ഞിട്ട് നമ്മൾ ബിസിനസ് പരമായിട്ടുള്ള ഒരു സെറ്റായി വരുന്ന സംഭവം കുഴപ്പമില്ല. പ്രത്യേകിച്ച് താണിശ്ശേരിക്കാരോട് നല്ല കടപ്പാടുണ്ട്. എന്നുവെച്ചാൽ നമ്മളൊരു ബിസിനസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന എളുപ്പമല്ല. അതിൽ കട്ട സപ്പോർട്ട് നമ്മുടെ താണിശ്ശേരി അടവേന്ന്. ചിലപ്പോൾ ഞാൻ കൈകാരനായെന്ന് മാത്രമൊന്നുമല്ല, നമ്മുടെ വീട്ടുകാരായിട്ട് നല്ല പരിചയമുള്ള ആൾക്കാരാണ് ഇടവേലുള്ളത്. അപ്പം അതിൻ്റെ ഒരു വലിയൊരു താങ്ക്സ് ഞാൻ നിങ്ങളോട് ഒന്നുകൂടിയും പറയാണ്. അപ്പം നമുക്കിതൊരു നഷ്ടത്തിലാണ് ദൈവം അനുഗ്രഹിച്ച് ദൈവം കൊണ്ടുപോയി. ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് ഈ ബിസിനസ് ഇപ്പം നടത്തുന്നതെന്ന് എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് തമ്പുരാനാണ് ഏറ്റവും വലുത്. ഞാൻ പറഞ്ഞു പറഞ്ഞ പോയിന്റ് മനസ്സിലാവണം. നമുക്ക് ജോലി മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ലിമിറ്റ്. അതിനപ്പുറത്ത് നമ്മൾ തമ്പുരാൻ സ്നേഹിക്കാനും നമ്മൾ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ട ഒരു എന്താ പറയുക രാജകീയ പൗരോഹിത്യ ജനമാണെന്നുള്ള ഒരു ചിന്ത നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുർബാനക്ക് നിൽക്കണ്ടല്ല ആ ഒരു ആത്മീയത എന്ന് പറഞ്ഞാൽ ഞങ്ങട് 10 ബീറല്ല 20 ബീർ അടിച്ച സുഖം. എത്ര ആൾക്കാർ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന കാലത്ത് കുർബാനയ്ക്ക് പോകാണ്ട്. ഉള്ള കാര്യം പറയാം മക്കളെ, ഇത് തീക്കളിയാണ് കേട്ടാ. തീക്കളി പണ്ട് കാരണന്മാർക്ക് അവർ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അവര് മണ്ണിനോട് മല്ലടിച്ചിട്ടുണ്ട്. അവര് 5-6 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ നടന്ന് കുർബാന പോയി കണ്ട ആൾക്കാരുണ്ട്. അവരുടെ സ്വന്തം രക്തം വിയർപ്പ് കൊണ്ടാണ് ഇന്ന് നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നത്. ഇന്ന് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ മാതാപിതാക്കന്മാര് അവര് അധ്വാനിച്ചതിന്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടിയത്. അവര് പൂർവികരുടെ ഒരു ഇതാണ്. പക്ഷെ പൂർവികർക്ക് ഉണ്ടായ വിശ്വാസം അത് കാത്ത് സംരക്ഷിക്കാനുള്ള ഒരു ചങ്കുറപ്പ് ഇന്ന് ഒരു മനുഷ്യനില്ല. വെറും 10% ആൾക്കാരും മാത്രമുള്ള ദിവസം കുർബാനയ്ക്ക് പോണത്, കുടുംബ പ്രാർത്ഥന എത്തിക്കുന്നത്, മക്കളെ ആത്മീയമായിട്ട് നിൽക്കാൻ പഠിപ്പിക്കുന്നത്. എളുപ്പമല്ലാട്ടാ. നമ്മള് വിചാരിക്കും ഇപ്പൊ ഞാൻ നാട്ടിൽ നമുക്ക് കുഴപ്പമില്ല, പുറത്ത് പോകുമ്പോൾ അതിൻ്റെ വിവരം അറിയുള്ളൂ. നമ്മളിവിടെ കുറച്ച് ആത്മീയമായിട്ടൊക്കെ നിന്ന കാരണം ദൈവം അനുഗ്രഹിച്ച് ബോംബെയിൽ അവിടെ ഇവിടെ ഒക്കെ പോയിപ്പോണ്ടല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക്. നമ്മള് ഭാഗ്യത്തിന് ഞങ്ങള് റെഡ് സ്ട്രീറ്റ് വരെ അങ്ങനെ കിടന്ന് നടക്കാറുണ്ട്. അത് പിന്നീട് ആലോചിച്ച വല്ല HIV വല്ല ഈ സിറിഞ്ച് വെച്ചിരിക്കുന്ന ആലോചിക്കും. വേറെ ഒന്നല്ല, അവിടെ നിന്ന് വരുന്ന ആൾക്കാരെ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതാണ് സംഭവം, ഇവിടെ HIV പോസിറ്റീവ് ഒക്കെ ഉണ്ട്, വെറുതെ ആവശ്യമില്ലാത്ത പോകണമെന്ന് പറയാൻ വേണ്ടിയിട്ട് പോകണത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. അങ്ങനെ കുറച്ച് ആത്മീയ തലം വീട്ടിലുള്ള കാരണം നമ്മൾ ഒരു കുടുംബ ലെവലിലേക്ക് എത്തിയെന്ന്. ഇന്ന് നമ്മുടെ ജനറേഷൻ മുഴുവനും കാനഡ, ഓസ്ട്രേലിയ അവിടെ ഇവിടെ ഒക്കെ പോവാണ്. അവർക്ക് ഒരു ആത്മീയത ജീവിതം നയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒക്കെ. അപ്പം ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കണം. നമ്മൾ മാതൃക ആവണം നമ്മുടെ മക്കൾക്ക്. ഇനി വരുന്ന ജനറേഷൻ തോമസ് ലീയിലൂടെ നമുക്ക് കിട്ടിയ ഒരു ആത്മീയത നമുക്ക് തുടരാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഈ സുഖ സൗകര്യങ്ങൾക്ക് പിന്നാലെ സിനിമ കാണാം, മാറി മാറി വരുന്ന സിനിമ, മാറി മാറി ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുക, സീരിയല്, മറ്റേ എന്താ പറയാ പല പരിപാടികൾ ഈ ലോകത്തില്, പ്രത്യേകിച്ചും മൊബൈൽ യുഗം. ഞാനും ഫേസ്ബുക്ക് ഞാൻ ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു 5000 ഫ്രണ്ട്സിനെ അറിയാൻ പറ്റും. ഫേസ്ബുക്കിൽ കയറി അപ്പൊ ഷെയർ ചെയ്യല പരിപാടി. അറ്റ്ലീസ്റ്റ് ഞാൻ കൂടുതൽ യൂട്യൂബും ഫേസ്ബുക്കും ഞാൻ കാണുന്നത് എനിക്ക് കുറച്ച് ആത്മീയത കിട്ടാൻ വേണ്ടിയിട്ട് കാണുന്നത്, അത് ഷെയർ ചെയ്യുകയും ചെയ്യും. പിന്നെ അനീതിക്കത് പ്രതികരിക്കാൻ ഒരു മനുഷ്യനും പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ കഷ്ടമുണ്ട്. നിങ്ങൾ വെറുതെ തിന്നു കുടിച്ചും വല്ല പിക്നിക്ക് പോയി 2-3 മാസം കൂടും 6 മാസം കൂടെ ഇവിടുത്തെ സുഖങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാണ്ടല്ല
1500 കൊല്ലം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന ആത്മാക്കൾ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ലൈഫ് ഇവിടെ എത്രയുണ്ട്? കൂടിയെന്ന് ഒരു 70, 65, 90, 100. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ നേരത്തെ പോകാൻ ആഗ്രഹം. ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകാൻ താല്പര്യം. ഇപ്പൊ ഒരു ആത്മീയ ചാനലാണ്, അവിടെ ചെന്ന് പറയല്ലോ തമ്പുരാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തായിരുന്നെന്ന് പറഞ്ഞൂടാ. നമ്മൾ വചനം മറ്റുള്ളവർക്ക് കൊടുക്കണം, വചനപ്രഘോഷണം ചെയ്യണം. യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് എന്താന്ന് മനസ്സിലായി? 12 പേരാ. പൊട്ടന്മാരെ തെരഞ്ഞെടുത്ത്, അത്ര ഡിഗ്രിയും PhD ഉള്ള ആൾക്കാരല്ലേ തെരഞ്ഞെടുത്ത. അവരെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും അറിയോ? നല്ല ക്വാളിഫൈഡ് ഉള്ള ആൾക്കാര്. അവരിങ്ങനെ ചോദ്യങ്ങൾ മാത്രം ചോദിക്കാണ്ടാവുള്ളൂ. ഈ പാവപ്പെട്ടൊരു മീൻ പിടിക്കുന്ന ആൾക്കാർ തെരഞ്ഞെടുത്ത് അവർക്ക് എന്തിനാ 3 നേരം ഭക്ഷണം കിട്ടണം. അവരത് വിചാരിച്ചിട്ടാണ് കൂടിയത്. ഏത് ആളെ അത്ഭുതം ചെയ്ത് എവിടെയെങ്കിലും ഒരു 3 നേരം ഭക്ഷണം സെറ്റാക്കി കൊടുക്കും. പക്ഷെ നമുക്ക് ഇത്തിരി വിദ്യാഭ്യാസം വന്നു, ഇത്തിരി പൈസയൊക്കെ കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഞാൻ 1 രൂപ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടാ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞിട്ട് 1 രൂപ അല്ലെങ്കിൽ അവിടെ അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്കിലേക്ക് നമ്മൾ എമൗണ്ട് അങ്ങ് ട്രാൻസ്ഫർ ആക്കാന്നൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്ന ടൈമില് എനിക്ക് ഈ പറഞ്ഞ നമ്മുടെ ലാസറിന്റെയും നമ്മുടെ ധനവാന്റെ ഉപമ ബൈബിളിലുള്ളത്, അത് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച ഒരു 10 പ്രാവശ്യം തമ്പുരാനെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ തുറക്കുമ്പോ ഇത് മാത്രം കാണുക. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ധനവാൻ പോയ സ്ഥലം, ഈ ധനവാൻ അവിടെ പോയി പറയുന്നുണ്ട് അബ്രാഹത്തിനോട്, ആരെങ്കിലും നീ അവിടേക്ക് ഒന്ന് പറഞ്ഞു വിട്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയന്മാരൊക്കെ അടിച്ചു പൊളിച്ച് ലാവിഷായി നല്ല സെറ്റപ്പില് ഒരു ആത്മീയത ഒട്ടുമില്ലാന്ന്. ഈ 2 വശമുണ്ട് ആത്മീയത. ഈ ആത്മീയതയും ഈ നമ്മുടെ ഇവിടത്തെ ഈ ലോകത്തിൽ സുഖങ്ങൾ അനുഭവിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നടക്കില്ല. നിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നുണ്ട്, നിങ്ങൾ അന്ന് തന്നെ ഒരു പുതിയ സിനിമ പോയി കാണുന്നുണ്ട്, അന്ന് തന്നെ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട്. നടക്കില്ല കേട്ടാ. ഇപ്പൊ ഉണ്ടല്ലേ നമ്മൾ പിന്നെയും ഫേസ്ബുക്കൊക്കെ നോക്കുന്നുണ്ട്, ഇതിന്റെ ഭാഗത്ത് പോവാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ഈ സംഭവം ഫേസ്ബുക്ക് ഞാനൊരു 65 വയസ്സ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതോടുകൂടി എല്ലാം അവസാനിപ്പിച്ച് തമ്പ്രാനിലേക്ക് കംപ്ലീറ്റ് തിരിയാനുള്ള പരിപാടിയാണ്. കുടുംബമായിട്ടൊന്ന് ഇതിൽ പോവുക, പിന്നെ പള്ളിയിലൊക്കെ ഒന്ന് പോയി, പിന്നെ ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് ആത്മീയ കാര്യങ്ങൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ അമ്മമാരും അമ്മമാരൊക്കെ ഇന്ന് കൊന്തെത്തിക്കലുണ്ടായിരുന്നു ഫുൾ ടൈം. അന്ന് ഈ മരിച്ച ആൾക്കാരൊക്കെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് എടുക്കുമ്പോൾ അവരെ പറഞ്ഞു വിടാൻ സ്വർഗത്തിലേക്ക് നമ്മുടെ അമ്മമാരെ കൊന്തുണ്ടായിരുന്നു. ഇന്നിപ്പോ അമ്മമാരുടെ കയ്യിൽ മൊബൈലാ. ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പട്ടി കുഞ്ഞ് കാണില്ല ശുദ്ധീകരണ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ. നിങ്ങൾക്കിപ്പോ നോർമൽ ഒരു 100 കൊല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ചിലപ്പോ ഒരു 800, 1000 കൊല്ലം കിടക്കേണ്ടി വരും. നമ്മള് ആത്മീയത ഇല്ലെങ്കിൽ നടക്കില്ല കേട്ടാ. നമ്മളിപ്പോ വിദ്യാഭ്യാസം ഉണ്ട്, മറിച്ച് ഒരു പട്ടിക്കും കൊള്ളില്ല വിദ്യാഭ്യാസം. ഞാൻ തമാശ പറയുന്നതല്ല. നിങ്ങള് ഞങ്ങള് ആനാണ് മറ്റാണ് വലിയ ഇതൊക്കെ ആവശ്യത്തിന് വേണം. പക്ഷെ തമ്പ്രാന്റെ അടുത്ത് പള്ളിക്ക് കുർബാനയ്ക്ക് പോകാണ്ട്, കുടുംബ പ്രാർത്ഥന ഇല്ലാണ്ട്, പിള്ളേരെ നമസ്കാരം എത്തിച്ച് അവരെ ആത്മീയമായിട്ട് വളർത്താൻ പറ്റിയില്ലെങ്കിൽ, അവിടെ വളർത്തണമെങ്കിൽ നമുക്ക് ആത്മീയത വേണം. ഇന്ന് ഞാൻ പറയാം, ഈ നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ വിഭാഗം കൂടുതലുള്ളത് ക്രിസ്ത്യാനികൾ തന്നെയാണ്. മറ്റുള്ളവർ പിന്നെയും പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾ ദൈവത്തിനെ അറിഞ്ഞിട്ട് ജീവിക്കുന്ന ദൈവത്തിനെ നമ്മൾ അറിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണില്ല. അവര് നീതിയിൽ ജീവിക്കുന്നുണ്ട്. തമ്പുരാനെ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല, എന്നാലും അവര് സ്വർഗത്തിൽ പോവും. ഞാൻ എനിക്ക് തോന്നുന്നു 1 കൊല്ലം മുന്നേ തോന്നുന്നു ഞാൻ പോർട്ടലിൽ ധ്യാനം പോയപ്പോ അവിടെ 2 ഹൈന്ദവരാണ് വന്നത്. അവര് ഭാര്യമാര് പറഞ്ഞു വിട്ടേക്കുന്നത് ഇവര് പാവപ്പെട്ടവരാണ്, പെയിന്റിങ് പണി, ഹോട്ടൽ പണി. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളാണ് ഇവിടുത്തെ കൂടി 2 പെഗൊക്കെ അടിച്ച് ബീവറേജിലൊക്കെ പോയി സിനിമ കണ്ട് ഹോട്ടലുകൾ മാറി കയറി ഈ സാധനം കുത്തി ഈ സാധനം നമ്മൾ കുത്തുമ്പോഴും ഈ ഇവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു കാര്യങ്ങൾ ആലോചിച്ചോ, നിങ്ങളുടെ ആത്മീയത ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ തന്ന ആത്മീയത ഉണ്ടല്ലോ, അതില്ലാണ്ടായിക്കൊണ്ടിരിക്കുക.
നമ്മൾ ജീവിക്കുന്നത് ഇവിടുത്തെ ലോകത്തിൽ വേണ്ടിയിട്ടുള്ള, ഇതിന് അപ്പുറത്ത് നമുക്കൊരു ലോകമുണ്ട്. പക്ഷെ ഒരു ആത്മീയമായി നിൽക്കണ മനുഷ്യന് ഇവിടെ സ്വർഗീയമായിട്ട് ഒരു സ്വർഗീയ അനുഭൂതിയിൽ ജീവിക്കാൻ പറ്റും. ഞാൻ ഇവിടെ സ്പിരിച്വാലിറ്റി സെന്ററിൽ പോകും വെള്ളിയാഴ്ചകളിൽ. ചില ദിവസങ്ങളിൽ ചില അച്ഛന്മാർ വരുന്ന ഒരു ആരാധന പ്രൈസ് വർഷിപ്പ് ഉണ്ട്. നമ്മൾ ഹല്ലേലിയ അങ്ങനെയൊക്കെ പറയുന്ന സ്തുതിപ്പ്, അതിലൊക്കെ സ്തുതിച്ചിട്ടുണ്ടല്ലേ സ്വർഗത്തിൽ പോകേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ ഒരു എന്താ പറയുക, ഒരു പവർ അങ്ങോട്ട് ഇറങ്ങല്, അത് വേറെ ലെവലത്. അതനുഭവിക്കാൻ പറ്റിയാൽ മാത്രമേ ഈ ആത്മീയത എന്താണെന്ന് അറിയുള്ളൂ. വെറുതെ പള്ളിയിൽ പോയി കുർബാന കണ്ട്, ചില ആൾക്കാർ കുർബാന ഒട്ടും സ്വീകരിക്കാണ്ട് വെറുതെ പോണ ആൾക്കാരുടെ എന്തിനാ വരുന്നാവോ. അന്ന് ഇവര് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ആസ്വദിച്ച്, അല്ലെങ്കിൽ ഒരു മൊബൈൽ കാണുമ്പോൾ കോൺസെൻട്രേഷൻ, ഒടുക്കത്തെ കോൺസെൻട്രേഷൻ. പള്ളിയിൽ വരുന്നത് ചില ആൾക്കാർ പുറത്തായിരിക്കുന്നത്. നമ്മളിത് കരഞ്ഞിട്ടാ പറയുന്നത്, എന്താ കരഞ്ഞില്ലേ? നമ്മള് ഇത് കഴിഞ്ഞിട്ടുള്ള ജീവിതം ഉണ്ടല്ലോ. എനിക്ക് വളരെ ചില ഈ മറ്റേ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ യൂട്യൂബേഴ്സ് പറയുന്നത് ഉണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരെ കേൾക്കാറുണ്ട്. അതിൽ പറഞ്ഞാൽ ഞാൻ പറയാം നിങ്ങളോട്. ഞാൻ മറന്നുപോയി, കുറച്ചാൾ മുന്നാണ് ഞാൻ കേട്ടത്. അതായത് 2 പേരും കൂട്ടുകാർ ഫ്രണ്ട്സ് ആയിരുന്നു. അവരും മരിച്ചിട്ട് അവർ ഒരു ഡിമാൻഡ് അവർ വെച്ചു, നമുക്ക് ആദ്യം മരിക്കുന്ന ആള് ഇങ്ങോട്ട് വന്ന് എന്നൊന്ന് കാണണം എന്നുള്ളൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ കേസ്, അത് തമ്പുരാനും കൂടി അനുവദിച്ചാലേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഈ കക്ഷി അവിടെ നിന്ന് മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വന്നു, ഈ പറഞ്ഞ പ്രോമിസിലേക്ക് എത്തി. ഇവര് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ മരിച്ചു വന്ന വ്യക്തിയിൽ നിന്ന് ഒരു വേർപ്പിന്റെ ഒരു തുള്ളി ഈ ഇവിടെ ജീവിച്ചിരിക്കുന്ന അവന്റെ ശരീരത്തിൽ ഒരു ഭാഗത്ത് വീണു. ആ വിയർപ്പ് തുള്ളി ഉണ്ടല്ലോ, ഇത് വന്നിട്ട് ശരിക്കും അവിടെ ഒരു ഓട്ട പോലെ എല്ലുമോ ഒന്ന് ടച്ചായെന്ന് പറയുന്നു. അപ്പൊ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശുദ്ധീകരണ സ്ഥലത്തിൽ പോകണമെങ്കിൽ അതും ബുദ്ധിമുട്ട്. ഞാനിപ്പോ സ്വർഗത്തിലൊന്നും പോകാൻ പോകില്ല കേട്ടോ, ഒറ്റടിക്കൊന്നും. നിങ്ങൾ അത് വിചാരിക്കണ്ട. അപ്പൊ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് എന്ന് ആലോചിക്ക. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പരമാവധി അതിരാവിലെ വചനങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുക. നമുക്കൊരു എനർജിയാണ്. ഏത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നത് ഞാൻ ചിന്തിക്കാറില്ല. എന്താ കാര്യം, നമ്മൾ ജീവിക്കുന്ന ദൈവത്തെ അനുഭവിക്കാണ്. അത് മറ്റുള്ളവർക്ക് അങ്ങനെ ഷെയർ ചെയ്യണത് അതൊരു വചനപ്രഘോഷണമാണ്. നിങ്ങൾ വെറുതെ ഇവിടെ നിന്ന് ചുറ്റുകൂട്ടി ഇന്ന ആൾക്ക് ഷെയർ ചെയ്തു, ഒരാൾക്ക് ഷെയർ ചെയ്ത് അയാൾ ഇങ്ങോട്ട് വിട്ടു, നടപ്പാവില്ല കേട്ടോ അതൊന്നും. പിന്നെ അനീതിക്കത് പ്രതികരിക്കാൻ ആ പോലീസുകാരെ പിടിച്ച് തല്ലണം നോക്കിയാൽ. ഒരു പാവപ്പെട്ട ഒരു പയ്യനെ വീഡിയോ ഇന്നലെ ഇറങ്ങിയത്. എനിക്ക് സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇന്ന് കാലത്ത് വരെ കലിപ്പായിട്ട് അങ്ങോട്ട് നിൽക്കാം. ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്, വേറെ കാര്യം. പക്ഷെ ഒരു പോലീസുകാരൻ അവൻ ചെയ്യേണ്ട ഒരു കടമയുണ്ട്, അവന്റെ ഡ്യൂട്ടി ഉണ്ട്. അവൻ വരുന്നത് പോലീസായിട്ട് വരുന്നത്, അല്ലാണ്ട് വീട്ടിലത്തെ ഗുണ്ടായിസായിട്ടല്ല വരുന്നവൻ. ഗുണ്ടയായിട്ടല്ല വരുന്നത്, അവൻ പോലീസുകാരനാ. നീതിയും നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ മാതൃക പറയേണ്ട ആൾക്കാരാണ് അവരാണ് ഈ ചെയ്യുന്നത്. അതിന് കൂട്ടെടുക്കുന്ന രാഷ്ട്രീയക്കാരും ഉണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഈ സംഭവം ഉണ്ട്. എപ്പോഴും ഒരു നല്ലതും തിന്മയും വശം ഉണ്ട്. ഞാൻ ഒരു വാചകം കൂടിയും പറഞ്ഞ് നിർത്താം. കോപിക്കാൻ ന്യായമായ കാരണങ്ങളുള്ളപ്പോൾ കോപിക്കാത്തവൻ അധാർമികനാണ്. എന്തുകൊണ്ട്? കാരണം കോപം നീതിയുടെ നന്മയെയാണ് നോക്കുന്നത്. അനീതിയുടെ ഇടയിൽ കോപമില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നീതികെട്ടവനും അധാർമികനുമാണ്. നീതികെട്ടവനും അധാർമികനാണെന്ന് ഇതിനെ വലുത് പറയേണ്ടത്. ഇത് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ തോമസ് അക്വീനസ്. എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.